മാതിരി സ്കേർട്ടും പാവടയൊക്കെ ഇട്ട് നടന്ന്. അപ്പൊ ഡാഡി ചോദിച്ചു നീ എന്തെങ്കിലും ആ ബോക്കെ വെച്ച എന്റെ മറ്റേ ചുരുണോടി ഇതൊക്കെ വിൽക്കാട്ടാ. അപ്പൊ അതൊന്നും നോക്കണ്ട കവി. സത്യം പറയാൻ എനിക്ക് ഇത്ര മണിയുള്ളൂ. റീസെന്റ് പോയി വെട്ടിയതാ. അപ്പം അതിട്ടപ്പോഴേ ഡാഡിയുടെ അടുത്ത് ഞാൻ പുറത്ത് പോകാൻ. അപ്പൊ ഡാഡി പറഞ്ഞു നീ എന്തിങ്ങനെ? ഞാൻ പറഞ്ഞു ഞാൻ നയൻതാരയുടെ പോലെ. സോ ഇറ്റ് ഡിഡ്ന്റ് വർക്ക്. ഇറ്റ് ഓൺലി ലുക്സ് ഗുഡ് ഓൺ ഹെർ സം ഡ്രസ്സസ്. സോ പിന്നെ അതിനൊരു പഴഞ്ചൊല്ലുണ്ട്, അതിവിടെ പറയാൻ പാടില്ല എന്ന് തോന്നുന്നു. ആന പിണ്ടോടുന്ന് കണ്ടിട്ട് ആട് മുക്കരുതെന്ന്. അതാണ് എനിക്ക് സംഭവിച്ചത്. സത്യല്ലേ? പക്ഷെ ഞാൻ ലൈറ്റായിട്ടൊന്ന് മുക്കി നോക്കി. അതെങ്ങനെ തമിഴ് യാണ്. അതെ ഇത് പൂനെ. ഞാൻ ഇത് കറക്റ്റ് തമിഴ சொல்லல. என்ன கிளாப் ഞാൻ കറക്റ്റ് മലയാളത്തിൽ നിന്ന് നമ്മൾ തമിഴ്ക്ക് ഒരു പുതിയ വാക്യം കൊടുക്കും. പറയാമോ മാം? പറയാമല്ലേ? நீங்க தானே எடிட்டர் പറയാം. யானை பிண்டത്തിന് എന്താ തമിഴ് പറയാ? யானை போடுறத பார்த்துட்டு ஆடு முக்க கூடாது. ஓகே ஓகே. ஏன்னா எவ்வளவு முக்கினாலும் அவ்வளவு வராதுல்ல. ഷോ ഇതെല്ലാം പോയി കയ്യിൽ പോയേ. ഇതിലൊക്കെ എഡിറ്റ് ചെയ്ത് കളയാല്ലേ മാം? ഭയങ്കര വൃത്തിയായിരിക്കും. കമന്റ് സെക്ഷൻ മുഴുവൻ മറ്റേ ഇമോജി വരും. ഇമോജി ആൾക്കാരും ഇതാണ്. ഓക്കെ അടുത്ത മാം ഉങ്ങളോട് റാപ്പിഡ് ഫയർ ഏതോ മാതിരി പോകും. ரொம்ப ஃபயர் ஆயிடுச்சு லாஸ்ட்ல. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ.